പുഷ്പ 2 റിവ്യൂ. സ്പോയിലർ അലേർട്ട്. ആവശ്യത്തിൽ അധികം ബഡ്ജറ്റ് കിട്ടുവാണേൽ എന്തൊക്കെ സ്റ്റോറി സാധ്യതകളുണ്ടോ അതെല്ലാം പരീക്ഷിക്കാൻ തോന്നില്ലേ? അതെ, സുകുമാരന് രണ്ടും കിട്ടി. രണ്ടും പരീക്ഷിച്ചു. പുഷ്പ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മാസ് രോമാഞ്ചിഫിക്കേഷൻ ആണേൽ അതിന്റെ എക്സ്ട്രീം ആണ് ഇവിടെ, മറിച്ച് ക്രിഞ്ച് ആണേൽ അതിന്റെയും എക്സ്ട്രീമായി തോന്നാം. വാവ് ബ്രില്യന്റ് എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി എടുത്ത പോലത്തെ ട്വിസ്റ്റുകളും അതിനേക്കാൾ പൊങ്ങിപ്പോവുന്ന എലവേഷൻ സീൻസും. ചിലതൊക്കെ കൊള്ളാം, ചിലതൊക്കെ എന്തുവാ സുകുമാര ഇതെന്ന് ചോദിച്ചു പോകും. ശ്രീവല്ലിക്ക് ആ മലയാളം സോങ്ങിൽ എന്തിനാ ഇത്രയും ആക്രാന്തം എന്ന് പടം കാണുമ്പോ മനസ്സിലാവും. താഴത്തില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും ക്ലൈമാക്സിനു മുൻപുള്ള ആ ഫൈറ്റ്, പറന്നടി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ആ സോങ് കൂടെ ആയപ്പോൾ അല്ലുവിന്റെ താണ്ഡവം എന്ന് തന്നെ പറയാം. പുഷ്പയ്ക്ക് സാധാരണ ഉള്ള മാസ് മസാല ലൈസൻസ് വച്ചാണൽ ക്ലൈമാക്സിലെ സീരിയൽ ഒഴികെ ബാക്കിയെല്ലാം എൻജോയ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് പോലെ നോർത്തിൽ ഒക്കെ കേറി പോവാൻ ചാൻസ് ഉണ്ട്. ഫഹദ് ഫാസിലിനെ ഒക്കെ പറ്റി പറഞ്ഞാൽ സ്പോയിലർ ആവും. വേട്ടയാണ് ശേഷമുള്ള മികച്ച റോൾ. പടം ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുമെങ്കിലും എങ്ങനെ നോക്കിയാലും ആപ്പ് വരുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് എന്റെ മോനെ വർത്ത് ആണ്. എങ്ങനെയാണേലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ ലെവൽ ഗ്രാൻഡാണ് പടം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ടേലും ക്ലൈമാക്സിലെ ലോ ഗ്രാഫ് അടക്കം ഇനി ഒരു പാർട്ട് ഉള്ളതിലേക്കുള്ള ക്യൂരിയോസിറ്റിയായി കണ്ടുവിട്ട് കളഞ്ഞു. എല്ലാരോടും പോയി കണ്ടോളൂ എന്നേ പറയുള്ളൂ.